സർവജനത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമായി ഭൂമിയിൽ പിറന്നവൻ, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ് എന്ന് പറഞ്ഞവൻ മരണത്തെ പുൽകി മാനവരാശിക്ക് മോക്ഷവും പാപക്ഷമയും നൽകി. എന്നാൽ കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. മൂന്നാം ദിനം മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ച് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഉലകത്തിലെ സകല മഹാന്മാരും കല്ലറയ്ക്കുള്ളിൽ അടക്കം ചെയ്തപ്പോൾ അടയ്ക്കാതെ തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കല്ലറ മാത്രമാണ്. നമുക്കും ചേർന്ന് പാടാം ജയത്തിൻ്റെ, ഉയർപ്പിൻ്റെ, സന്തോഷത്തിൻ്റെ, പുതുജീവന്റെ അനുഗ്രഹീത ഗാനം. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാരഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരും നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതവുകളെ ശ്രീ യേശുവെ സ്വീകരിപ്പാൻ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനായി ജയഗീതം പാടിടുവിൻ. യേശുക്രിസ്തു ഇങ്ങനെ അരുളി ചെയ്തു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു.
യേശു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേൽക്കുക മാത്രമല്ല, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും മരണത്തിൽ നിന്ന് പുതുജീവനിലേക്കുള്ള ഒരു ഉയിർപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യജീവൻ, കർത്താവായ യേശുക്രിസ്തു നൽകുന്ന നിത്യരക്ഷ സ്വായത്തമാക്കുവാൻ ഇങ്ങനെ വചനം നമ്മളിൽ കാണുന്നു. അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന പുതുജീവൻ, ഉയർത്തെഴുന്നേൽപ്പിലൂടെ അവൻ നമുക്ക് തന്ന നിത്യജീവൻ കരസ്ഥമാക്കുവാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പാടുന്നു, യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, കൊല്ലുന്ന മരണത്തിൻ ഘോരതര വിഷപ്പല്ലു തകർന്നതാകയാൽ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമേ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെ ഈ ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ്
നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിലായിരിക്കുന്നത്. ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. മരണത്തെ ജയിച്ചവനെ, പാതാളത്തെ ജയിച്ചവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കും. ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. മരണത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. പാതാളത്തെ ജയിച്ചവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിലധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ജീവനിൻ അധിപതിയെ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന്ന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന, ഹല്ലേലൂയ ഹോസന. കർത്താവായ യേശുക്രിസ്തു ഗത്സമനയിൽ പിടിക്കപ്പെടുന്നത് തുടങ്ങി അവന്റെ പീഡനങ്ങൾ മുഴുവൻ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ മുറിവേൽക്കാത്ത ഒരു ശരീരഭാഗവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും.
എന്നാൽ കല്ലറയിൽ വെക്കപ്പെട്ട അവൻ്റെ ശരീരം മുറിവുകളാൽ മൂടിയതായിരുന്നുവെങ്കിൽ 2-3 ദിനരാത്രങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശരീരം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അവൻ ക്രൂശിക്കപ്പെടുമ്പോൾ, പീഡകൾ സഹിക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറയെ കണ്ണുനീർ കണങ്ങളായിരുന്നുവെങ്കിൽ ഉയർപ്പിൻ്റെ ആ പൊൻപുലരിയിൽ അവൻ്റെ നേത്രങ്ങൾ സുവർണ തേജസ്സിനാൽ നിറഞ്ഞു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സന്തോഷത്തിൽ വീണ്ടും ഞങ്ങൾ പാടുന്നു. മരണം ഉറങ്ങുന്ന കല്ലറയല്ല, മറിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മാരകമായുള്ള ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു എന്ന സന്തോഷത്തോടെ അതിൽ ഉറങ്ങിയവൻ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി അവൻ ഞങ്ങളെ ചേർക്കാൻ വീണ്ടും വരും എന്ന പ്രത്യാശയോടെ പാടട്ടെ, പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. തിരുശിരസിൽ മുൾമുടി ചൂടിയവൻ സുരഭിലമാം പൂങ്കതിരണിയുന്നു. കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോൽ മിന്നി വിളങ്ങുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂന്തളിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പുക പൊങ്ങും മരണത്താഴ്വരയിൽ പുതുജീവൻ പൂങ്കതിരണിയുന്നു. മാനവരും സ്വർഗനിവാസികളും വിജയാനന്ദത്തിൽ മുഴുകുന്നു. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, മഹിമയോടെ നാഥനുയർക്കുന്നു.
വളരുന്നു. മുറിവുകളാൽ മൂടിയ മേനീതാ നിറവോലും പ്രഭയിൽ മുഴുകുന്നു.